മറിയക്കുട്ടിയാണ് ഇപ്പോഴത്തെ താരം എന്നാണ് കേരളത്തിലെ വിശാല വലതുപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്തുല്യമായ താരപദവി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമുണ്ട്. ഫേസ്ബുക്കിലെയും മറ്റും ചില വലതുപക്ഷ ഹാൻഡിലുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1 മാസത്തെ പെൻഷൻ കിട്ടി ക്രിസ്മസ് ആയിട്ട്, അതിൻ്റെ കാരണം മറിയക്കുട്ടി ഹൈക്കോടതിയിൽ പോയതാണ് എന്നാണ്. അത് നല്ല കൗതുകമുള്ളൊരു കാര്യമാണ്. 1600 രൂപ പെൻഷൻ കിട്ടാൻ ഹൈക്കോടതിയിൽ പോവുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കാൻ ഒരു 10,000 രൂപയെങ്കിലും ചുരുങ്ങിയത് ചിലവ് വരും. 1600 രൂപ കിട്ടാൻ 10,000 രൂപ ചിലവ് ചെയ്യാൻ പാങ്ങുള്ള ഒരാളാണ് താൻ എന്ന് മറിയക്കുട്ടി ചേട്ടത്തി പറയാൻ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു വിമർശനം വരുമ്പോൾ പക്ഷേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് കലിപ്പ് തീരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ അധികാര പരിധിക്ക് പുറത്തു നിന്ന് ഒരു 4-കിട കക്ഷി രാഷ്ട്രീയ നേതാവിനെ പോലെ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ വിധിന്യായത്തിന് വെളിയിൽ ഉറഞ്ഞു തുള്ളുക എന്നത് അദ്ദേഹത്തിൻ്റെ പതിവാണ്. പലപ്പോഴും യുക്തിരഹിതമായി സർക്കാരിനെതിരായ നിയമവിരുദ്ധമായ വിധിന്യായങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ച് കാണുന്നുണ്ട്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? അത് മേൽക്കോടതിയിൽ പോകും, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകും, അവരതെടുത്ത് കൊട്ടയിലിടും. അതാണ് കുറേ കാലമായി കേരളത്തിലെ പതിവ്. ഇതിവിടെ വിധിയൊന്നുമില്ല പ്രത്യേകിച്ച്. അദ്ദേഹം അങ്ങ് പ്രസ്താവിക്കുകയാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു പ്രസ്താവനയുണ്ടല്ലോ, എന്നിട്ട് പറയാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ധൂർത്ത്, ചിലവുകൾ, അഴിമതി, കെടുകാര്യസ്ഥത, ഇതിനെയൊക്കെ പറ്റി പറയാൻ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് സർക്കാരിനോട് ആവശ്യപ്പെടാൻ, പെൻഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ തനിക്ക് കഴിയില്ല, കോടതിക്ക് കഴിയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, മറിയക്കുട്ടിക്ക് ക്രിസ്മസ് ഇല്ലാത്തത് കൊണ്ട് ഇത്തവണ തനിക്കും ക്രിസ്മസ് ഇല്ല. എങ്ങനെയുണ്ട്? നമ്മുടെ വലതുപക്ഷ മഹാസഖ്യത്തിന് ഇതിൽ പരം ചക്കരയായ മറ്റെന്ത് വാക്കുകളുണ്ട്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, കേരളത്തിൽ കോടതികളുണ്ട് എന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്കൊരു ധാരണ വരുന്നതിന് മുൻപ് 1980 സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ആരംഭിച്ച നാടിൻ്റെ പേരാണ് കേരളം. അത് തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അന്ന് മുഖ്യമന്ത്രി നായനാരാണ്. കർഷക തൊഴിലാളികൾക്കാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തത് കേരളത്തിലാണ്. അന്നത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർത്തതാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷമാകെ. ആ പെൻഷനുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിട്ടുള്ളത്. ഒരു മറിയക്കുട്ടിക്ക് അവരുടെ പിന്നിൽ പലരും ഉണ്ടാകും, അതിരിക്കട്ടെ, ആരൊക്കെയുണ്ടെങ്കിലും കോടതിയിൽ പോകാം, ഇതൊരു വാർത്തയാക്കാം എന്ന് വരുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. 64 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1600 രൂപ. ദേവൻ രാമചന്ദ്രനും അയാളുടെ പുതിയ ഫാൻസ് അസോസിയേഷനുമെല്ലാം വെളിപ്പെടുത്തേണ്ടുന്നൊരു കാര്യം, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ 1/6 സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന മറ്റൊരു നാട് ഇന്ത്യയിലുണ്ടോ? നിങ്ങൾ പറയണം. 64 ലക്ഷം പേർ. ഇത്രയും ആളുകൾക്ക് കഴിഞ്ഞ 8 വർഷത്തിനിടെ പിണറായി വിജയൻ ഗവൺമെൻറ് പെൻഷനായി ചെലവഴിച്ചത് 60,000 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, 60,000 കോടി രൂപ. മുൻകാലങ്ങളിലെ സർക്കാരുകളുമായി താരതമ്യം ചെയ്താലാണ്, ഇന്ത്യയിലെ മറ്റ് സർക്കാരുകളുമായി താരതമ്യം ചെയ്താലാണ് അതിൻ്റെ വലുപ്പം മനസ്സിലാവുക. അതെന്താണ്? 2011 മുതൽ 16 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരുന്നു, UDFൻ്റെ സർക്കാർ. 34 ലക്ഷം പേർക്കാണ് പെൻഷൻ ഉണ്ടായിരുന്നത്. ഒരു വേള 25 മാസത്തെ വരെ കുടിശ്ശികയുണ്ടായിരുന്നു. ഒരു രാമചന്ദ്രനും ഉണ്ടായിട്ടില്ല, ഒരു ജസ്റ്റിസും ഉണ്ടായിട്ടില്ല, ഒരു മറിയക്കുട്ടിയും ഉണ്ടായിട്ടില്ല, ഒരു മാധ്യമങ്ങളും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ എടുക്കാറായപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാവർക്കും, അപേക്ഷിച്ചവർക്കെല്ലാം പെൻഷൻ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് 34 ലക്ഷമായി മാറിയത്. 500-ൽ നിന്ന് 600 ആക്കി. അത് കൊടുത്തോ? കൊടുത്തില്ല. 18 മാസത്തെ കുടിശ്ശിക വെച്ച് പോയി. എവിടെയായിരുന്നു ഇവരെല്ലാം? 18 മാസത്തെ. 2016-ൽ LDF ഗവൺമെൻറ് വന്ന ഉടൻ 2-3 മാസത്തിനകം
ആദ്യം ചെയ്തതെന്താ? 18 മാസത്തെ കുടിശ്ശിക തീർത്തു. കോടതി പറഞ്ഞിട്ടാ? ആരെങ്കിലും റിട്ട് സമർപ്പിച്ചിട്ടാ? അല്ല. ഇടതുപക്ഷം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കൂടെയാണ്. അവർക്കിത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൊടുത്തു. അത് വാങ്ങിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ പോയി 15,000-ൻ്റെ 30,000-ൻ്റെ ചെക്ക് ഒരുമിച്ച് വാങ്ങിച്ചു. 18 മാസത്തെ കുടിശ്ശിക 600 രൂപ എന്ന് പ്രഖ്യാപിച്ചിറങ്ങിപ്പോയതാണ് ശ്രീ ഉമ്മൻചാണ്ടി. വോട്ടിന് വേണ്ടി ചെയ്തതാണ്. ഞങ്ങൾ 4.25 കൊല്ലം കാത്തു നിന്നില്ല. ആദ്യ മാസങ്ങളിൽ 600 രൂപ 1000 രൂപയാക്കി. ഇപ്പോൾ 1000 1600 രൂപയാക്കി. ഒരു കാര്യം ശരിയാണ്, 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അത് കൊടുക്കുക തന്നെ ചെയ്യും, ഒരു തർക്കവുമില്ല. അത് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണ്? പെൻഷൻ കൃത്യമായി വന്നിരുന്നല്ലോ. ഈ ഗവൺമെൻറ് എത്ര ശാസ്ത്രീയമായിട്ടാണ് ബാങ്കുകൾ വഴി, സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ബാങ്കിലെ ആളുകൾ വീട്ടിൽ വന്ന് കൊടുക്കുകയാണ് അല്ലേ? ആ ബാങ്കുകൾക്ക് സർക്കാർ പണം കൊടുക്കും. പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി. എല്ലാ മാസവും കിട്ടണം എന്ന് കരുതി. കാരണം സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്, അവരിതുകൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ആ സംവിധാനത്തെ ആകെ പൊളിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പറയുന്നുണ്ടോ ഇവർ? നോക്കൂ, ഈ 64 ലക്ഷം പെൻഷൻകാരിൽ കുറച്ചാളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പണം കിട്ടുന്നുണ്ട്. അതെന്താണ് ഈ കുറച്ച്? ഏകദേശം ഒരു 6.25 ലക്ഷത്തോളം ആളുകൾക്ക്. ഏതൊക്കെ പെൻഷനാണ്? 1 വാർദ്ധക്യ പെൻഷനാണ്, 2 വിധവാ പെൻഷനാണ്, 3 വികലാംഗ പെൻഷനാണ്. ഇവിടെ എല്ലാം 1600 രൂപയാണ്. വാർദ്ധക്യ പെൻഷനിൽ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര ഗവൺമെൻറ് 500 രൂപ കൊടുക്കുന്നു. ഇന്ത്യയിലാതെ പല സംസ്ഥാനങ്ങളിലും അതേ ഉള്ളൂ. 80 വയസ്സിന് താഴെയോ 200 രൂപ. നാം രണ്ടും 1600. വികലാംഗ പെൻഷനോ 80% വൈകല്യമുള്ളവർക്ക്, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 300 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട്. ഇവിടെ 40% മുകളിലാണ് വൈകല്യമുള്ളവർക്കാണ്. 18 വയസ്സ് എന്ന പ്രായപരിധിയില്ല. 1600 കിട്ടുന്നത്. മറ്റൊന്ന് വിധവാ പെൻഷനാണ്. 40-നും 80-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് 200 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട്. ഇതെല്ലാം ചേർത്താൽ 6.25 ലക്ഷം കോടിയേ വരൂ. പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറയുന്നു. ഇവിടെ 64 ലക്ഷമാണ്. ഈ 6.25 ലക്ഷം കോടി, ഈ ലക്ഷം മനുഷ്യർക്ക് ഈ ചെറിയ വിഹിതം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു വർഷം ചെലവഴിക്കുന്നത് കഷ്ടി 300 കോടി രൂപയിൽ താഴെയായി. അതുപോലും കൊടുക്കാതെ തടഞ്ഞു വെച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയാൻ RSS വിരുദ്ധരെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെയോ മറ്റു മാധ്യമങ്ങളിലെയോ ആളുകൾ പോലുമില്ല. എന്നിടത്താണ് എത്ര ശക്തമാണ് ഇടതുപക്ഷത്തിനെതിരായ കേരളത്തിലെ വലതുപക്ഷ മഴവിൽ സഖ്യം എന്ന് നാം തിരിച്ചറിയുന്നത്. നോക്കൂ, ഇദ്ദേഹം ഈ ജസ്റ്റിസ് മറിയക്കുട്ടി ചേട്ടത്തിക്ക് 1600 രൂപ പെൻഷൻ മാത്രമല്ലല്ലോ ഉള്ളത്. അവരുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടാകും, കണക്ഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി കേന്ദ്ര സർക്കാർ ഗ്യാസ് സബ്സിഡി കൊടുക്കുന്നുണ്ടോ? വല്ല പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ജസ്റ്റിസിന് വല്ല രോഷമുണ്ടോ? ഇവിടെ രാസവളത്തിൻ്റെ സബ്സിഡി വെട്ടിക്കുറച്ചു, വല്ല പ്രശ്നമുണ്ടോ? രാസവളങ്ങൾക്ക് വില കയറി, കുത്തനെ കയറി. കർഷകർ പ്രതിസന്ധിയിലാണ്. ബഡ്ജറ്റിൽ രാസവള സബ്സിഡിയുടെ സംഖ്യ കുറച്ചതാണ് കാരണം. പ്രശ്നമില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വിഹിതം കേന്ദ്ര ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചു. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ദേവൻ രാമചന്ദ്രൻ ഔട്ട് ഓഫ് ദ ബോക്സ് തൻ്റെ അധികാര പരിധിക്ക് വെളിയിൽ നിന്നുകൊണ്ട് അട്ടഹാസം മുഴക്കുന്നുണ്ടോ? ഇല്ല. ഈ വക ഒരു കാര്യത്തിലും ഒരക്ഷരം പോലും പറയാതെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പദ്ധതിയെ താറടിച്ച് കാണിക്കാനുള്ള പരിശ്രമത്തിന് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ജസ്റ്റിസുമാരുടെ പിന്തുണ കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇത്തരം ജഡ്ജിമാരോട് പറയേണ്ടുന്നൊരു കാര്യമുണ്ട്. ഒരു നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ. ജസ്റ്റിസ് വെറും ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയെ, ആ പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തേണ്ടുന്ന സേവനങ്ങളെ
ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ അതിനു വെളിയിൽ താനാണ് ഭരണാധികാരി എന്ന മട്ടിൽ നടത്തുന്ന ജൽപ്പനങ്ങൾ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വെളിവെല്ലാം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഇതേ താല്പര്യമാണ് അദ്ദേഹം തുടരുന്നതെങ്കിൽ ജഡ്ജി പണി രാജിവെച്ച് KPCC ഓഫീസിലോ BJPയുടെ കാര്യാലയത്തിലോ വല്ല ജോലിയും തരപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്.